ഈ പുതിയ സ്ഥാനാർത്ഥി വന്നപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി, പക്ഷെ അത് പരിഹരിക്കാൻ സി പി എമ്മിനായില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് വിഷയങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ? കമ്മിറ്റികൾ വിളിച്ചു കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം താഴേക്കിടെ പോലും ഇടതുപക്ഷ ജനാധിപത്യം കമ്മിറ്റി കൂടുന്നില്ല. ഈ ഇടതുകോട്ടയിലുള്ള വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു, പൊന്നാനി നഗരസഭ, അതുപോലെ വെളിയങ്കോട് പഞ്ചായത്ത്, ഇതൊക്കെ ഒരു CPM വോട്ടുകൾ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. ഇടതുപക്ഷ ജനാധിപത്യം ഒരുമിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? ആ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട്. ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ കൂടെ പോയ ആൾക്കാരാണ്, സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിച്ച സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. പക്ഷെ താഴെക്കടയിൽ വരുമ്പോൾ വിഷയങ്ങളാണ്. ശരിക്കും ഈ പരാജയത്തിന് ഉത്തരവാദി സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ CPM നേതാക്കളാണോ? ശരിക്കും ഈ പരാജയത്തിന് കാരണം ആ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇടതുപക്ഷം, ഞാൻ രാവിലെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധ കാറ്റ് ഇവിടെ വീശി. ആ ഇടതുപക്ഷ വിരുദ്ധ കാറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഒന്നും കൂടി ഒരുമിച്ച് നിന്ന് ആലോചിച്ച് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല പരാജയം. ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ പ്രശ്നം, ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ പരാജയത്തിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പൊന്നാനിയെ തോൽവിയെ സംബന്ധിച്ചോളം പൊതുവെ എല്ലായിടത്തും ഉണ്ടായ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാവാം എന്നുള്ളത് ഒരു കാരണം ഉണ്ടാവാം. പക്ഷെ അതിലപ്പുറത്തൊരു കാരണങ്ങളുണ്ട്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി എങ്ങനെയാവണം, ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത് കൂടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണ് കൂടുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫസ്റ്റിലൊന്നും കൂടിയല്ലാതെ പൊന്നാനി മണ്ഡലത്തിൽ പിന്നീട് കൂടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രോഗ്രാം തീരുമാനിക്കുന്നതൊക്കെ CPMൻ്റെ 1-2 ഏരിയ നേതാക്കന്മാരും അവരുടെ ജില്ലാ കമ്മിറ്റി മെമ്പറും കൂടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വെറും വാട്സപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ മൊത്തം അറിയുന്നത്. വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പ് കൊടുക്കും, ഇന്ന് ഇത്രാം തീയതി പരിപാടി, ഇന്ന സ്ഥലത്ത് ഇന്ന കൺവെൻഷൻ, ഇന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥി പ്രോഗ്രാം പോലും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അറിയില്ല. സ്ഥാനാർത്ഥി പ്രോഗ്രാം അറിയുന്നത് എവിടുന്ന? വാട്സപ്പിലൂടെ. അപ്പോൾ അത്രയ്ക്കും ലാഭത്തോടുകൂടി ഈ വിജയിപ്പിക്കാമെന്നുള്ള ഒരു ലാഭത്തോടുകൂടി അവർ കണ്ടു. അതിന് മറ്റേ ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇടതുപക്ഷ ഐക്യത്തോടുകൂടി പോകാൻ സാധിച്ചില്ല. ഐക്യത്തോട് ഞങ്ങളൊക്കെ ഉണ്ട്. ഇടതുപക്ഷ ആടുവരും ഇടതുപക്ഷത്തിൽ ഞങ്ങളൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ഈ വാട്സപ്പിലൂടെ കാണുന്ന പ്രോഗ്രാമിനൂടെ ഞങ്ങൾ പോകുന്നത്. CPMമായി ഒരു കാര്യത്തിൽ ചർച്ചയില്ല. ഞങ്ങൾക്ക് ചർച്ച ആകെ ചെയ്തത് സ്ഥാനാർത്ഥി വന്നപ്പോൾ ഒരു ചർച്ച ഉണ്ടായി. സ്ഥാനാർത്ഥി ഇത്ര മണിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അതും മണിക്കൂറുകൾ മുമ്പാണ്. പോട്ടെ, അത് ഇടതുപക്ഷ തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങളത്. പിന്നീട് ഉണ്ടായത് എന്താണ്? പിന്നീട് ഒരു കമ്മിറ്റി, ഇടതുപക്ഷ കമ്മിറ്റി ഒന്നും ആദ്യത്തെ ഒരു പ്രാവശ്യം കൂടിയെന്നല്ലാതെ പിന്നീട് ഇലക്ഷൻ കമ്മിറ്റികൾ കൂടാറില്ല. ഒരു ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ LDF ആദ്യം ചാർജ് കൊടുത്ത സഖാവ് TM സിദ്ദീഖാണ്. അദ്ദേഹം സുഖിലാതെ ഹോസ്പിറ്റലിൽ പോയി. പിന്നീട് വന്നത് സഖാവ് കലിമുദ്ദീനാണ്. സഖാവ് കലിമുദ്ദീന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് അദ്ദേഹം വീട്ടിലിരുന്നു. പിന്നീട് ആരായാലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും കൂട്ടുവരുമിച്ചിട്ടാണല്ലോ പോവുക. ഇപ്പോൾ ബൂത്ത് തലങ്ങളിൽ, മണ്ഡല തലങ്ങളിൽ, ബൂത്ത് തലങ്ങളിലുള്ള കമ്മിറ്റികൾ. അപ്പോൾ അത് ഒരു എന്താ പറയുക, വളരെ ലാഭത്തോടുകൂടി അവർ കണ്ടു. അവർ ഒറ്റയ്ക്ക് ഇടതുപക്ഷ ഇല്ലെങ്കിലും CPM ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലേക്കുള്ള സംവിധാനത്തിലേക്ക് അവർ കണ്ടു. മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അവർ മാറ്റി നിർത്താൻ അവർക്ക് സാധിക്കൂല. മാറ്റി നിർത്തുന്നതല്ല പ്രശ്നം, കമ്മിറ്റികൾ കൂടിക്കൊണ്ട് അതിന് സ്പോൺസർ ചെയ്യണ്ടേ? ഒരു ഇലക്ഷൻ കമ്മിറ്റി കൂടണ്ടേ? ഇലക്ഷൻ കമ്മിറ്റി കൂടി ആകെ ഒരു പഞ്ചായത്ത് തല കമ്മിറ്റി കൂടി, ഒരു മണ്ഡലതല കൺവെൻഷൻ കൂടി, അതിന് ശേഷം കമ്മിറ്റികൾ കൂടണ്ടേ? വേറൊരു പരാജയത്തിനത് CPMലൊരു ആഭ്യന്തര കലം, ഒരു വിഭാഗീയത വലിയ തിരിച്ചടി ആയിരുന്നു പലയിടത്തും. പ്രത്യേക മുനിസിപ്പാലിറ്റിയിലും വെളിയങ്കോട് പഞ്ചായത്തിലടക്കം വലിയ ഭൂരിപക്ഷം അവരെ ആഭ്യന്തര കാര്യങ്ങളാണ്. നിങ്ങൾ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തെ ഒന്നിച്ചുകൊണ്ട് പോയി ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചക്കിരിക്കാവ് ഓക്കെ, പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൊണ്ടുകൊണ്ട് കണ്ണീരും ഒക്കെ കൊണ്ടുപോകണ്ടേ? അതുണ്ടായിട്ടുണ്ടോന്ന് CPM പരിശോധിക്കട്ടെ.
ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാനാർത്ഥി വന്നത് മുതൽ ഈ പൊന്നാനിയിൽ മൊത്തം ഫ്ലെക്സുകളും പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ വീടുകളിൽ നോട്ടീസുമായി എത്തി വലിയ വിഭാഗീയ പ്രവർത്തനം അത് CPIക്ക് മനസ്സിലായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മളില്ല. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ LDF കമ്മിറ്റി വിളിക്കണ്ടേ? ഇലക്ഷൻ കമ്മിറ്റി വിളിച്ചാലല്ലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മിറ്റി വിളിക്കുന്നില്ല. ഇത് മനസ്സിലായിരുന്നു അങ്ങനെ കുറെ വാട്സപ്പിലും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് പറയാൻ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അറിയിക്കാൻ കഴിയുന്ന ഒരു യോഗമോ ഒന്നും കൂടാനില്ല. യോഗം അവർ 3-4 ആൾക്കാർ രാത്രി കൂടും. ഇവിടെ താഴെക്കടയിലേക്ക് വാട്സപ്പിലേക്ക് ഈ സാധനം ഇടും. ഇത്ര മണിക്ക് സ്ഥാനാർത്ഥി ഇത്ര മണിക്ക് വരും, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനാർത്ഥി വരും, ഇന്ന സ്ഥലത്ത് പൊതുയോഗമുണ്ട് എന്ന് വാട്സപ്പിൽ കാണുമ്പോൾ ഞങ്ങളെല്ലാം പോകും. കാരണം ഇടതുപക്ഷമാണ്, ഞങ്ങൾക്ക് മാറിക്കാൻ പറ്റില്ലല്ലോ. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ആ കടമ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ വാട്സപ്പിൽ കണ്ടാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരാണ്. നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? തീർച്ചയായും ഞങ്ങൾ പല പ്രാവശ്യം അറിയിച്ചതാണ്. ഇതൊക്കെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ഒക്കെ ഞങ്ങൾ അറിയിച്ചു, ഒരുപാട് പ്രാവശ്യം അറിയിച്ചതാണ്. പിന്നെ പരാതിയായിട്ട് ഉന്നയിക്കാൻ തന്നെ തീരുമാനിച്ചുള്ളത്. പാർട്ടിയുടെ അകത്ത് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. LDF-ൽ പരാതി കൊടുക്കാനുള്ള ഒരു സംസ്ഥാന LDF-ൽ പരാതി കൊടുക്കാനുള്ള ആലോചന ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാനാർത്ഥി വന്നത് മുതൽ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു വിവാദം വലിയ തിരിച്ചടിയായോ ഈ പരാജയത്തിൽ നിന്ന് കാണുന്നുണ്ടോ? സ്ഥാനാർത്ഥി വന്നതും എന്നതൊക്കെ നന്ദകുമാർ വന്നു നിന്നു. അപ്പോൾ പ്രശ്നമുണ്ടായി. CPM അത് പ്രശ്നം പരിഹരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി. അതാണോ ഈ പ്രാവശ്യം നടന്ന ഇലക്ഷൻ? ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഇലക്ഷൻ അല്ല ഈ പ്രാവശ്യം നടന്നത്. ഇപ്പം ഈ പുതിയ സ്ഥാനാർത്ഥി വന്നപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി, പക്ഷെ അത് പരിഹരിക്കാൻ CPM ആയില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് വിഷയങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ? കമ്മിറ്റികൾ വിളിച്ചു കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം താഴേക്കിടെ പോലും ഇടതുപക്ഷ ജനാധിപത്യം കമ്മിറ്റി കൂടുന്നില്ല. ഈ ഇടതുകോട്ടയിലുള്ള വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി നഗരസഭ, അതിന് വെളിയങ്കോട് പഞ്ചായത്ത്, ഇതൊക്കെ ഒരു CPM വോട്ടുകൾ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല. ഇടതുപക്ഷ ജനാധിപത്യം ഒരുമിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? ആ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട്. ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ കൂടെ പോയ ആൾക്കാരാണ്. സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിച്ച സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. പക്ഷെ താഴെക്കടയിൽ വരുമ്പോൾ വിഷയങ്ങളാണ്. ശരിക്കും ഈ പരാജയത്തിന് ഉത്തരവാദി സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളാണോ? ശരിക്കും ഈ പരാജയത്തിന് കാരണം ആ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇടതുപക്ഷം, ഞാൻ രാവിലെ തുടക്കത്തിൽ സംസാരിച്ച പോലെ തന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധ കാറ്റുകൂടെ വീഴ്ച. ആ ഇടതുപക്ഷ വിരുദ്ധ കാറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഒന്നും കൂടി ഒരുമിച്ച് നിന്ന് ആലോചിച്ച് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല പരാജയം. ഒരുമിച്ച് നിൽക്കാത്തതിന്റെ പ്രശ്നം, ഒരുമിച്ച് നിൽക്കാത്തതിന്റെ പരാജയത്തിന്റെ ഒരു കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണ് ഇനിയിപ്പോൾ ഈ പരാജയത്തിലെ CPI-യുടെ ഒരു നിലപാട് എന്താണ്? ഇത് പഠിക്കും, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കും. എന്താണ് ഉണ്ടായ വിഷയങ്ങളെ കുറിച്ച്, ജനങ്ങൾക്കുണ്ടായ വിഷയങ്ങൾ. നമ്മൾ പൊന്നാനി നഗരസഭ ഏത് കാറ്റിലും ഒഴിച്ചു പോകാൻ ലോക്കൽ ഇലക്ഷൻ വലിയ തിരക്കുണ്ടായിട്ട് പോലും നഗരസഭ തിരിച്ചു പോയിട്ടില്ല. സാഹചര്യത്തിൽ ഒരു വോട്ട് ചോർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടായിന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് CPM-ന്റെ വോട്ടാണോ അല്ലെങ്കിൽ CPI-യുടെ വോട്ട് മറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും മനസ്സിലാകാൻ? CPM വോട്ട് മറിഞ്ഞോ? CPI വോട്ടൊന്നും ഒരിക്കലും മറിഞ്ഞിട്ടില്ല. CPI-ക്ക് ഒറ്റയ്ക്ക് ഞങ്ങൾ പറഞ്ഞില്ല. വാട്സപ്പിൽ വന്നാൽ പോലും കണ്ടാൽ പോലും ഞങ്ങൾ പോയിട്ട് പരിപാടി പങ്കെടുക്കും. ചിലപ്പോൾ മറിഞ്ഞിട്ടുണ്ടാകാം. അത് CPM വോട്ട് മറിഞ്ഞെന്ന് ഞാൻ പറയില്ല. എന്താണ് സംഭവിച്ചെന്നുള്ളത് CPM പഠിക്കണം.